ജീവിതം ഒരിക്കലും ആഗ്രഹിക്കുന്ന പോലെയൊന്നുമല്ല നമുക്ക് മുന്നിൽ ഇങ്ങനെ അവതരിക്കുന്നത്. ഓരോ ദിവസം നമുക്ക് മുമ്പിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ജന്മം തന്നെ എന്തിനാ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കരഞ്ഞിരിക്കുന്ന എത്രയോ ദിവസങ്ങൾ വെറുതെയാണ് കേട്ടോ. നമ്മൾ ഓരോ പ്രശ്നത്തിനെയും പ്രതികരിക്കാനായിട്ട് നിൽക്കുന്ന ആ സമയം മതി നമുക്ക് നമ്മുടെ ജോലി നോക്കി മിണ്ടാതിരിക്കുക. ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ എന്ന്. അതെ, സത്യമാണ്. ചിലപ്പോഴെങ്കിലും മൗനം വളരെ നല്ലൊരു ഉത്തരമായിട്ട് മാറും. ചില ചോദ്യങ്ങൾക്കും അതുപോലെയാണ്, ഉത്തരങ്ങളില്ല. ആരൊക്കെ നമ്മുടെ പരിഗണനയ്ക്കും പരിലാളനയ്ക്കും ഒക്കെ ഒപ്പമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അതൊക്കെയും സത്യമാവണമെന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു പോകുന്നതിനിടയ്ക്ക് എത്ര കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മിന്നിത്തെളിഞ്ഞിങ്ങനെ വരുന്നുണ്ടാവും. അതിനെയൊക്കെയും കണ്ണടച്ചങ്ങ് അവഗണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞുപോയ ഒരു കാര്യവും നമുക്ക് നമ്മുടേതായിട്ട് തിരിച്ചെടുക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അവയൊക്കെയും ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ചിലർ ചെയ്തിട്ട് പോയ വലിയ അപരാധങ്ങൾ, ചിലർ തന്നിട്ട് പോയ കുറേ നല്ല വാക്കുകൾ, ഇതെല്ലാം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ വളമാണെന്ന് നമുക്ക് കരുതാം. ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങൾക്കിടയിലും ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ കാര്യം. എപ്പോഴും കരഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ വഴക്കിടാനോ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ഊർജം മാത്രമായിരിക്കും. നമ്മുടെ സന്തോഷം വിലമതിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് ഒരു പ്രശ്നത്തെയും നമ്മൾ വലിയൊരു ഗൗരവം കൊടുത്ത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും പ്രതികരിക്കാനായിട്ട് നമുക്ക് കഴിയില്ലെങ്കിലും അതിനെയൊക്കെ കുറച്ചെങ്കിലും അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ജീവിതം അങ്ങനെയാണ്. വലിയ വലിയ പാഠങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ തന്നിട്ട് ചിരിച്ചുകൊണ്ട് അപ്പുറത്തെ വശത്തേക്ക് നിൽക്കുന്ന ഒരു വിധി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അതിനെയും കാത്തു കഴിയുന്ന ഓരോ ദിവസവും നമുക്ക് സസ്പെൻസുകളാണ്. അതുപോലെ നല്ലൊരു ദിവസത്തിനായിട്ട് നോക്കാം.